ഇത് കാരണഭൂതനല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ കാലൻ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര പരാജയം ഏറ്റുവാങ്ങിയ CPM ഒടുവിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം കിങ് ജോങ് ഉന്നിനെ പോലെ പാർട്ടിയെ അടിച്ചമർത്തി തന്റെ വരുതിയിലാക്കിയ പിണറായി വിജയനെതിരെ അണികൾ ഇപ്പോൾ ശബ്ദിച്ചു തുടങ്ങി. ഇങ്ങനെ പോയാൽ പാർട്ടി തന്നെ ഇല്ലാതാവും. വിജയന്റെ ആ ധാർഷ്ട്യവും സ്വാർത്ഥതയും ഏകാധിപത്യവും മരുമോനിസവും ഒക്കെയാണ് പാർട്ടിയെ ഇന്നുണ്ടായി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തെറിഞ്ഞത് എന്ന് അവർ വിളിച്ചു പറയുവാനുള്ള ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വിജയനെ മാത്രമല്ല, പാർട്ടി സെക്രട്ടറി എന്ന പദത്തിന്റെ വില തന്നെ കളഞ്ഞ ഗോവിന്ദനെതിരെയും അണികൾ തിരിഞ്ഞു കഴിഞ്ഞു. ഈ മാഷയും കൊണ്ട് ഇനിയും പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുവാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കാസർകോട്ടെയും കണ്ണൂരിലെയും തിരിച്ചടിക്ക് കാരണം MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷുമാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. കടുത്ത ഭരണകൂട വിരുദ്ധ വികാരം നിൽക്കുമ്പോൾ പിണറായി വിജയൻ മത്സരിക്കുക മാത്രമല്ല, നയിക്കുകയും നാടൊട്ടുക്കും ബോർഡുകൾ വെച്ചതുമൊക്കെ ജനരോക്ഷം ആളിക്കത്തിക്കുകയും ചെയ്തു. ഭരണകൂട വിരുദ്ധ തരംഗത്തിലും ജയസാധ്യതയേറെയുണ്ടായിരുന്ന KK ശൈലജയെ തോൽക്കുന്ന സീറ്റ് നൽകി മൂലക്കിരുത്തുവാൻ ശ്രമിച്ചു. P ജയരാജനെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമമുണ്ടായി തുടങ്ങിയ ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നു. ഏത് കൊടുങ്കാറ്റിലും ഉലയാതിരുന്ന തൃക്കരിപ്പൂർ മണ്ഡലം ഇതാദ്യമായി CPMന് കൈവിട്ടു പോയതിന്റെ മുഖ്യ കാരണം കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും വിഭാഗീയതയും പയ്യന്നൂരിലെ പാർട്ടിക്കകത്തുണ്ടായ സംഭവങ്ങളും പരിഹരിക്കുന്നതിൽ കണ്ണൂർ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടതാണെന്ന് വിമർശനമുയരുന്നു. ഫണ്ട് വിവാദം സാധാരണക്കാരായ പാർട്ടി അനുഭാവികളെ എതിരാക്കി. UDF തരംഗത്തിലും തൃക്കരിപ്പൂർ മണ്ഡലം നിലനിർത്തുവാൻ കഴിയുമെന്നിരിക്കെ കഴിവുകെട്ട നേതൃത്വത്തിന്റെ ഇടപെടൽ അതില്ലാതാക്കി എന്നും അവർ പ്രമേയത്തിൽ പറയുന്നു. MV ഗോവിന്ദനും KK രാഗേഷും ചേർന്നാണ് മണ്ഡലങ്ങളിൽ പലതും നഷ്ടപ്പെടുത്തിയത് എന്നവർ പറയുന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിലെ പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം എതിരാക്കി. പിണറായി വിജയൻ മത്സരിക്കാതെ മാറി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നു. KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിച്ചതും P ജയരാജൻ ഉൾപ്പെടുന്ന നേതാക്കളെ ഒറ്റപ്പെടുത്തിയതും മോശമായ സന്ദേശം അണികൾക്കിടയിൽ നൽകി. KK ശൈലജയെ മൂലക്കിരുത്തുന്നതിനുള്ള തന്ത്രമാണ് പേരാവൂരിലെ സ്ഥാനാർത്ഥിത്വമെന്ന് അണികൾ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിപ്പിക്കുവാൻ പാർട്ടിക്കകത്തു നിന്നും ശ്രമങ്ങളുണ്ടായി. ജയിച്ചില്ലെങ്കിലും പരാജയത്തിന് സമാനമായ ഫലമാണ് ധർമ്മടം, മട്ടന്നൂർ മണ്ഡലങ്ങളിൽ ഉണ്ടായത് എന്നും അവർ പറയുന്നു. പിണറായി വിജയനെ MLA സ്ഥാനം രാജിവെപ്പിച്ച് KK ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് CPM തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ ആവശ്യം ഉയർന്നത്. കണ്ടല്ലോ കാര്യങ്ങളുടെ പോക്ക്. P ജയരാജന് അനുകൂലമായി പാട്ട് വന്നപ്പോൾ എതിർത്ത നേതൃത്വം പിണറായി വിജയന് വേണ്ടി വാഴ്ത്തുപാട്ട് ഉണ്ടാക്കിയപ്പോൾ കുറ്റകരമായ മൗനം പാലിച്ചു. P ജയരാജനെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നും അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. മന്ത്രിയായിരുന്ന VN വാസവൻ സാധാരണക്കാരിൽ നിന്നും വളരെയേറെ അകന്നുപോയെന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. മുതലാളിമാർ, അബ്കാരിമാർ, തങ്കുവിനെ പോലെയുള്ള തീവട്ടി പാച്ചർമാർ, സമുദായ നേതാക്കന്മാർ തുടങ്ങിയവരുമായി മാത്രമാണ് ബന്ധം അദ്ദേഹം പുലർത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ തുടങ്ങിയവർക്കെതിരെയും കടുത്ത വിമർശനമുണ്ടായി. യുവജനങ്ങൾക്കായി പാർട്ടി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്നും പാർട്ടി ഈ നിലയിൽ മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ സമരം ചെയ്യുവാനും പോലീസിന്റെ അടികൊള്ളാനും യുവജനങ്ങളെ പാർട്ടിയിൽ കിട്ടില്ലെന്നും പങ്കെടുത്ത യുവനേതാക്കൾ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിലായിരുന്നു തലയോലപ്പറമ്പിൽ ഈ യോഗം. വിമർശനം അതിരൂക്ഷമായപ്പോൾ ഉദയഭാനു വിഷയത്തിൽ ഇടപെട്ടു എങ്കിലും പറയുവാനുള്ളത് ഇനി പറയുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ പറയാനുള്ളത് പറയാതെ വായിൽ പഴവും തിരികെ നിന്നതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ ശബ്ദത്തിൽ പറഞ്ഞു. MV ഗോവിന്ദന്റെ പത്രസമ്മേളനം ചാം ചച്ച ചോം ചച്ച എന്ന ഗാനം പോലെയാണെന്ന് അടൂർ ഏരിയ കമ്മിറ്റിയിലും കുറ്റപ്പെടുത്തലുണ്ടായി. എന്തായാലും 10 കൊല്ലം പൂന്തു വിളയാടിയ പിണറായി വിജയനെ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ എടുത്ത് പൊങ്കാലയിടുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയെങ്കിലും വിജയൻ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വല്ല കൊട്ടൻ ചുക്കാതി തലവുമൊക്കെ വാരിപ്പൂശി ഈ മഴക്കാലത്ത് ആ പഴയ വീട്ടിലേക്ക്, വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടുന്നത്. അതാണ് നല്ലത് വിജയനും പാർട്ടിക്കും പിന്നെ നമ്മുടെ നാടിനും. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഇത്രയുമൊക്കെ വലിയ ബോംബുകൾ കയ്യിൽ വെച്ചോണ്ടാണോ നീയൊക്കെ ഇത്രയും കാലം മിണ്ടാതിരുന്നത്?
ഇതൊക്കെ ആയ സമയത്ത് ഒന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.